എ വിജയരാഘവന്റെ പരാമർശത്തിൽ സിപിഎമ്മിനെതിരെ കടുത്ത വിമർശനവുമായി കെ വിഭാഗം സംസ്ഥാന മുഖപത്രമായ സുപ്രഭാതം. ബിജെപിയെ പോലെ പരസ്യമായി സിപിഎം നേതാക്കളും ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് വിമർശനം. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തുവന്നത്. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ല എങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചുപോകുമെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, വലിയ വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ എ വിജയരാഘവനെതിരെ വന്നിരുന്നു. ഇപ്പോൾ ഇതാ കെ വിഭാഗം സംസ്ഥാന മുഖപത്രത്തിൽ കൂടി വലിയ വിമർശനമുണ്ടാകുന്നു. എന്തൊക്കെയാണ് മുഖപത്രത്തിൽ പ്രധാനമായും പറയുന്നത്? ഭവ്യ, വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ് വർഗീയ ചുവയോടുകൂടി വിജയരാഘവൻ നടത്തിയതെന്ന വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇതിൽ UDF നേതാക്കൾ നേരത്തെ തന്നെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗും പ്രതികരണം നടത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതവും രംഗത്തെത്തിയിരിക്കുന്നത്. BJPയെ പോലെ പരസ്യമായി CPM നേതാക്കളും ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നത്. പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനായി മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയാണ് CPM ചെയ്യുന്നത്. എ വിജയരാഘവന്റെ പരാമർശം സംഘപരിവാർ ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തു വരുന്നത്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതു മുതലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നത്. സംഘപരിവാർ ഒരുക്കുന്ന രാഷ്ട്രീയം പറയുന്നത് ആവരുത് CPMന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. ഇസ്ലാമോഫോബിയ വളർത്തുന്ന CPM നേതാക്കളുടെ പ്രസ്താവന ആത്യന്തികമായി BJPക്കാണ് ഗുണം ചെയ്യുക. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകും എന്നും സുപ്രഭാതം പറയുന്നു. നേരത്തെ 1980-കൾ മുതൽ CPM സ്വീകരിച്ചു വരുന്ന നിലപാടുകളെ കുറിച്ചും കൃത്യമായി മുഖപത്രം വിശദീകരിക്കുന്നു. പ്രത്യേകിച്ചും ഷവാസ് ബാനു കേസിന്റെ ചുവട് പിടിച്ച് അതിൽ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EMSന്റെ നിലപാടുകളും പിന്നീട് ഏക സിവിൽ കോഡിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യവും ഒക്കെ പറയുന്നു. ഒപ്പം ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം വിഭാഗത്തിലുണ്ടായ സംഘടനകളുണ്ടായ ഭിന്നതകളെ കുറിച്ചുമൊക്കെ ഈ മുഖപത്രം പറയുന്നുണ്ട്.